ഈ ഉദയത്ത് അറക്കുന്ന മൃഗത്തിൻ്റെ തോല് അത് പൊതുവെ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് അത് ആരാണോ അതിൻ്റെ അറുത്ത് മുറിക്കുന്നത് അവർക്ക് കൊടുക്കലാണ്. അതിൻ്റെ വിധി എന്താണ്? അങ്ങനെ തോല് കൊടുക്കാൻ ഉദഹിയത്തിൻ്റെ തോല് പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അവരതിന് അവകാശികളാണെങ്കിൽ വേറെ മുസ്ലിങ്ങളും ഇത് വാങ്ങാൻ പറ്റിയ ആളുകളാണ്, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അവർക്ക് കൂലിയായിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കൊടുക്കുന്നത് ഈ തോൽ അവരുടെ നമ്മളിപ്പോൾ ഉദയത്തിൻ്റെ മാംസം ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നവരുടെ വീടുകളിൽ എന്നതുപോലെ തോലും ഈ അറവുകാരും മുസ്ലിങ്ങളാണെങ്കിൽ ഈ തോല് നമ്മൾ അറക്കുന്ന ആളുടെ വകയിൽ തോൽ അയക്കണം കൊടുക്കാം. പക്ഷെ അറക്കുന്ന ആളുകൾ ആരാണോ ഉദയത്ത് ഇറക്കുന്നവർ അവർക്ക് കൊടുക്കാം. പക്ഷെ അറക്കുന്നതിൻ്റെ വാടക അല്ലെങ്കിൽ കൂലി ഉണ്ടാവില്ലേ, പണിക്കൂലി, ആ പണിക്കൂലിയായിട്ട് തോല് കൊടുക്കാൻ പറ്റില്ല. അത് വിൽക്കാനും പറ്റില്ല. അത് കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് വിൽക്കാൻ പറ്റുമെന്നല്ലാതെ ഇപ്പോൾ ഈ കച്ചവടക്കാരനും നമുക്ക് വിൽക്കാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുക, അവർ വേണമെങ്കിൽ വിൽക്കുക. ഇപ്പോൾ അവിടെ ഹാജരാകുന്ന ഏതെങ്കിലും പാവങ്ങൾ ഉണ്ടാവില്ല, ഇതുപോലെ അവന് കൊടുത്തെന്നറിയാം, അവൻ അവിടെ നിന്ന് തന്നെ ആ കച്ചവടക്കാരനോട് കൊടുത്താൽ മതി, 60,000 കൊടുത്താൽ നടക്കും. അതൊക്കെ പിന്നെ പഴയ കാലത്തായിരുന്നു. ഇപ്പോൾ തോലിനൊന്നും കാര്യമായിട്ട് വില ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ 100-200 റുപ്യൊക്കെ കിട്ടും, ചിലപ്പോൾ അതും കിട്ടാത്ത അവസ്ഥയാണ് ഈ തോലിനുള്ളത്. അപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. പണ്ടൊക്കെ നല്ല വില ഉണ്ടായിരുന്നു.